Hi friends. നമുക്ക് പിസ്സ ഉണ്ടാക്കാനായിട്ട് ആദ്യം പിസ്സയുടെ ഡോ തയ്യാറാക്കി വെക്കണം. പിസ്സ ഡോ തയ്യാറാക്കാനായിട്ട് ഞാൻ വീറ്റ് പിസ്സയാണല്ലോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒബ്വിയസ്ലി നമ്മൾ ആട്ട എടുക്കുക. ഇത് ഇപ്പം നമ്മൾ 1 കപ്പ് ആട്ടയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നിങ്ങൾ ഞാൻ ഒരു 1 പിസ്സയെ ഉണ്ടാക്കുന്നുള്ളൂ. ഒരു 12-13 ടേബിൾ സ്പൂൺ ആട്ടയുണ്ട് ഇത്. ഓക്കെ, അപ്പോൾ അത് നമുക്ക് ഒരു 2 പിസ്സ വേണമെങ്കിൽ ഉണ്ടാക്കാം. ഇത് മീഡിയം സൈസ് ചെറിയ പിസ്സ. ഇത്രയും ആട്ട കൊണ്ട് ഒരല്പം ഉപ്പ് ആദ്യം ആഡ് ചെയ്യുക. ഒരു 2 പിഞ്ച് അല്ലെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ആഡ് ചെയ്യുക. ഒരു 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ആഡ് ചെയ്തു. 2 ടീസ്പൂൺ പഞ്ചസാര വേണമെങ്കിൽ ആഡ് ചെയ്യാം. ഒരു 1 ടീസ്പൂൺ അല്ല 1.5 ടീസ്പൂൺ പഞ്ചസാര. ഒരുപാട് മധുരമൊന്നും വേണ്ടല്ലോ. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യുക. ഇതിൽ നടുക്കൊരൽപ്പം സ്ഥലം ഒന്ന് ഇതാക്കുക. ഒരു 2 ടേബിൾ സ്പൂൺ തൈര് ആഡ് ചെയ്യുകയാണ്. തൈര് നമുക്കിത് സോഫ്റ്റ് ആകാനും ഡോവ് പെട്ടെന്ന് ഫെർമെൻ്റ് ആകാനും നമ്മളെ സഹായിക്കും. ഈ തൈര് കൊണ്ട് മാത്രം നമ്മൾ കുഴച്ചെടുക്കുകയാണെങ്കിൽ അത്രയും അത്യുത്തമം എന്ന് പറയാം. ഓക്കെ, ഇത് നമ്മളിതിൽ ഡോവിന് ചേർക്കേണ്ട കാര്യങ്ങളെല്ലാം ചേർത്തു. അപ്പം നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം. ഈ ഡോവിൽ നമ്മൾ എക്സ്ട്രാ വെള്ളം ഒഴിക്കാൻ പോകുന്നില്ല. നല്ല ടൈറ്റായിട്ട് കുഴച്ചെടുക്കണം. അപ്പോൾ ആ തൈര് നമുക്ക് ആവശ്യം ഉണ്ടെങ്കിൽ ഒരു ഇച്ചിരി തൈര് ചേർക്കാം, അല്ലെങ്കിൽ ഒരു ശകലം വെള്ളം കൂടി ചേർക്കാം. ഓക്കെ, ഒരല്പം വെള്ളം ചേർക്കാം. നമുക്ക് കുറേശ്ശെ വെള്ളം ചേർത്ത് കുഴച്ചെടുക്കുക. ഒരുപാട് വെള്ളം ചേർത്ത് ആദ്യമേ അങ്ങ് ഇതാക്കരുത്. നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴയ്ക്കുന്നത് പോലെ തന്നെ നല്ലൊരു ടൈറ്റ് ഡോ ആയിട്ട് വേണം കുഴയ്ക്കാൻ. അപ്പം നമ്മളിവിടെ ഇതൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഫൈനായിട്ട് കുഴച്ചിട്ടില്ല, അതിനി കുഴയ്ക്കണം. അപ്പം നമ്മൾ ഇതിലോട്ട് ഒരല്പം എണ്ണ ജസ്റ്റ് ഒരു 1 ടീസ്പൂണോളം എണ്ണയൊന്ന് കവർ ചെയ്ത് ഇത് വെക്കുക, ഡ്രൈ ആകാതിരിക്കുക. നമുക്ക് ഈ ആട്ട ഒരു നനഞ്ഞ ടവല് ഒന്ന് വെച്ച് കവർ ചെയ്തോ, അല്ലെങ്കിൽ ഇതുപോലെ ഒരു ബൗളിലോ കാണും. നമ്മളൊരു 10 അല്ലെങ്കിൽ ഒരു 15-20 മിനിറ്റ് നമുക്കിതൊന്ന് അടച്ചു വെക്കാം. അപ്പോൾ ഒരു 15 മിനിറ്റ് കഴിഞ്ഞു. നമ്മളുടെ ഡോ ഇവിടെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മളൊന്ന് ടക്ക് ചെയ്യുക ഇങ്ങനെ അടിയിലോട്ട്. ഓക്കെ, അപ്പോൾ ഇതൊന്ന് വലിഞ്ഞു കിട്ടും. അടിയിലോട്ട് ടക്ക് ചെയ്ത് പോകുമ്പോൾ നല്ലത്. നമുക്കൊന്ന് പരത്തി കൂടി എടുക്കണമേ. ഓക്കെ, നമുക്ക് ഇത് പരത്താനായിട്ട് ഇതെടുക്കാം. ഒരല്പം ആട്ട തന്നെ എടുത്തൊന്ന് ഡസ്റ്റിങ് ചെയ്യുക. അപ്പം ഒരു വിധം നല്ല 2 പിസ്സയ്ക്കുള്ളതുണ്ട്. പക്ഷേ ഞാനിപ്പോൾ ഇത് ഒറ്റ പിസ്സയാക്കാൻ പോവുകയാണ്. വലിയ പിസ്സയാക്കാം നമുക്ക്. ഓക്കെ, ഇതിനി നമുക്കൊന്ന് പരത്തിയെടുക്കണം. പരത്തിയെടുക്കുമ്പോൾ നമ്മൾ നല്ല കട്ടിക്ക് തന്നെ വേണം നമ്മൾ പരത്തിയെടുക്കാൻ. എൻ്റെ പാൻ ഒരു 7 ഇഞ്ച് സൈസ് പാനാണ്. അപ്പോൾ ആ ഒരു സൈസിൽ നമുക്കൊന്ന് പരത്തിയെടുക്കാം. അപ്പോൾ ഞാനിതിവിടെ പരത്തിയെടുത്തു. ഒരു 7 ഇഞ്ചിൻ്റെ സൈസിലുള്ള പാനിലാണ് ഞാൻ പിസ്സ ഉണ്ടാക്കാൻ പോകുന്നത്. നമ്മളിവിടെ ഓവൻ യൂസ് ചെയ്തിട്ടില്ല, മൈദ യൂസ് ചെയ്തിട്ടില്ല, ഈസ്റ്റ് യൂസ് ചെയ്തിട്ടില്ല. അപ്പം നമ്മൾ ആട്ടയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. വളരെ ഹെൽത്തിയാണ്. അപ്പോൾ ഇതിൻ്റെ തിക്നെസ് കാണിക്കാം. ഇത്രയും തിക്നെസ് വെക്കണം കേട്ടോ. കുറച്ച് കട്ടി ഉണ്ടാകണം. സാധാരണ നമ്മൾ പിസ്സയൊക്കെ കഴിക്കുമ്പോൾ ഇത്രയും കട്ടിയുണ്ട് തിക്നെസ്. റെഡിയാക്കി ഇത് പരത്തി ഇതൊന്ന് നമുക്ക് മാറ്റി വെക്കാം. ഇനി നമുക്കിതിനകത്ത് ചേർക്കാൻ വെജിറ്റബിൾസ് വേണം ഒരല്പം. അതായത് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഗ്രീൻ ക്യാപ്സിക്കം. ഇത് റെഡ് ക്യാപ്സിക്കം ആക്ച്വലി എൻ്റെ അടുത്ത് ഇരിപ്പുണ്ടായിരുന്നു. ലക്കിലി അതുകൊണ്ടാണ്. നിങ്ങളുടെ അടുത്ത് ഇപ്പോൾ റെഡ് ക്യാപ്സിക്കം ഇല്ല എന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല കേട്ടോ. ഗ്രീൻ ക്യാപ്സിക്കം മാത്രം ആഡ് ചെയ്താലും മതി. പിന്നെ ഒരു പകുതി ടൊമാറ്റർ എടുക്കുമ്പോൾ ഇങ്ങനെ സ്ലൈസായിട്ട് എടുക്കണം. അകത്തെ ആ കുരു ഉണ്ടല്ലോ ടൊമാറ്ററിൻ്റെ കുരുവും അതിൻ്റെ ആ വെള്ളം എല്ലാം ഉണ്ടല്ലോ, അത് മാറ്റി വെച്ചിട്ട് ആ പുറത്ത് ടൊമാറ്ററിൻ്റെ സ്കിൻ മാത്രമാണ് ഇങ്ങനെ കട്ട് ചെയ്ത് എടുക്കേണ്ടത്. ഓക്കെ, പിന്നെ ഒരു പകുതി സവാള ഇങ്ങനെ നീളത്തിൽ സ്ലൈസ് ചെയ്തെടുക്കാം. റൗണ്ടിൽ വേണമെങ്കിലും സ്ലൈസ് ചെയ്തെടുക്കാം. ടൊമാറ്റോ റൗണ്ടിൽ വേണമെങ്കിലും സ്ലൈസ് ചെയ്തെടുക്കാം. അപ്പം നിങ്ങളുടെ ഇഷ്ടത്തിന് ഉള്ള വെജിറ്റബിൾസ് ആഡ് ചെയ്യാം. ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പനീർ ആഡ് ചെയ്യാം. പിന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ സ്വീറ്റ് കോൺ ആഡ് ചെയ്യാം. എൻ്റെ അടുത്ത് കോൺ ഇരിപ്പില്ല, അപ്പം ഞാനിത് വെജിറ്റബിൾസ് മാത്രമേ ആഡ് ചെയ്യുന്നുള്ളൂ. പിന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചിക്കനാണ്
ആഡ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ വേവിച്ചിട്ട് ഒന്ന് ബോയിൽ ചെയ്തെടുത്ത് കുരുമുളകൊക്കെ ഇട്ട് ബോയിൽ ചെയ്തെടുത്ത് ഷ്രെഡ് ചെയ്ത ചെറിയ പീസസുകൾ ചിക്കൻ കൂടി ഇതിൻ്റെ പുറത്ത് ടോപ്പിംഗ് ചെയ്യാം. നമുക്ക് ടോപ്പിംഗ് എത്രയും ചെയ്യണമോ അത്രയും ചെയ്യാം അതനുസരിച്ച്. പിന്നെ നമുക്ക് വേണ്ടത് മോസറെല്ല ചീസ്, അതായത് പിസ്സ ചീസ് കിട്ടും. ഞാൻ പിസ്സ ചീസാണ് വാങ്ങിയിരിക്കുന്നത്, മോസറെല്ല ചീസ്. അപ്പോൾ അത് വാങ്ങി നമ്മളൊന്ന് ചെറുതായിട്ട് ഷ്രെഡ് ചെയ്ത് എടുക്കുക. അപ്പോൾ അതൊന്ന് പുറത്തെടുത്ത് വെച്ചാൽ പെട്ടെന്ന് മെൽറ്റ് ആവും നാട്ടിലെ ക്ലൈമറ്റിലൊക്കെ കേട്ടോ. ഞാൻ അതുകൊണ്ട് ഫ്രിഡ്ജിലെടുത്ത് വെച്ചേക്കുമായിരുന്നു. അപ്പം മോസറെല്ല ചീസ് ഇത് ഷ്രെഡ് ചെയ്തെടുക്കും. ഇങ്ങനെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്താൽ മതി കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടത് പിസ്സ സോസ്. പിസ്സ സോസിന് ഞാനിപ്പം ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് പിസ്സ സോസ് വാങ്ങാൻ കിട്ടും. അപ്പം പിസ്സ സോസ് ഇല്ല എന്നുണ്ടെങ്കിൽ ടൊമാറ്റോ കെച്ചപ്പും പിന്നെ ചില്ലി സോസും രണ്ടും കൂടെ മിക്സ് ചെയ്തെടുക്കുക. ഞാനിപ്പോൾ അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. ടൊമാറ്റോ സോസും ചില്ലി സോസും കൂടെ മിക്സ് ചെയ്ത് രണ്ടും കൂടെ വെച്ചിരിക്കുകയാണ്. പിന്നെ നമുക്ക് ഇതിനകത്ത് ആഡ് ചെയ്ത് അതിനകത്ത് തന്നെ വേണമെങ്കിൽ ആഡ് ചെയ്യാം. പിന്നെ നമുക്ക് വേണ്ടത് ഒരല്പം, ഇതിപ്പോൾ ഇത്രയും ഉണ്ട്, ഇത്രയൊന്നും വേണ്ട, ജസ്റ്റ് ഒരു 1 ടീസ്പൂണോളം നമുക്ക് ചതച്ചെടുത്ത മുളക്, അതായത് ക്രഷ്ഡ് റെഡ് ചില്ലി. ഇറ്റാലിയൻ ഹെർബ്സ്, മിക്സ്ഡ് ഹെർബ്സ് നമുക്ക് വാങ്ങാൻ കിട്ടും പിസയുടെ. അതൊരു ജസ്റ്റ് ഒരു ശകലം ഒന്ന് സ്പ്രിങ്കിൾ ചെയ്യാൻ വേണം. ഇറ്റാലിയൻ ഹെർബ്സ് ഒക്കെ നമുക്ക് പിസയൊക്കെ നോർമലായിട്ട് എപ്പോഴും കുട്ടികൾക്ക് ഉണ്ടാക്കുന്നവരാണെന്നുണ്ടെങ്കിൽ മാത്രം യൂസ് ചെയ്യുക. അതൊക്കെ വീട്ടിലില്ല എന്നുണ്ടെങ്കിൽ പിസ എങ്ങനെ ഉണ്ടാക്കും എന്ന് ചിന്തിക്കരുത്. പിസ നമുക്ക് ഉണ്ടാക്കാം, അതില്ലാതെ വേണമെങ്കിലും ഉണ്ടാക്കിക്കോളൂ. ഓക്കെ, ഞാൻ ഈ പിസ ഉണ്ടാക്കാനായിട്ട് ഒരു പാനാണ് യൂസ് ചെയ്യുന്നത്. ഒരു 7 ഇഞ്ചിൻ്റെ പാനാണിത്. ഓക്കെ, ഫ്ലെയിം വളരെ സിമ്മറിൽ വെക്കുകയാണ്, ലോയിൽ. പാൻ ചൂടായി കഴിയുമ്പം ഫ്ലെയിം വളരെ ലോ ആക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മളുടെ ഈ പിസ്സ നമ്മൾ പരത്തിയത് അത് അതിനകത്തോട്ട് നമ്മൾ കറക്റ്റ് അതിൻ്റെ ആ സൈസ് അനുസരിച്ചൊന്ന് വെച്ച് കൊടുക്കുക. ഓക്കെ, എന്നിട്ട് നമുക്ക് അതൊന്ന് ചെയ്യാം. ഓക്കെ, കറക്റ്റ് സൈസാണ്, അത് ആ സൈസിലൊന്ന് വെച്ച് കൊടുത്തു. ഇനി ഇതിൻ്റെ ഒരു സൈഡ് ഒന്ന് വേകട്ടെ. സാധാരണ നമ്മൾ ഓവനിൽ ഉണ്ടാക്കുവാണെങ്കിൽ നമ്മൾക്ക് ഇങ്ങനെ ചെയ്യേണ്ട കാര്യമില്ല. ഓവനിലല്ല ഉണ്ടാക്കുന്നത്, അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. ഇനി ഇതിനകത്ത് ഇതുപോലൊന്ന് ബ്രിറ്റിൽ ചെയ്ത് കൊടുക്കണം. ഇത് എന്തിനൊന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇത് യൂസ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് പൊങ്ങിക്കയറും പെട്ടെന്നൊന്ന്. ഇതൊന്ന് ഇത് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇത് പൊങ്ങിക്കയറരുത്, അതിനാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. അതായത് ഇങ്ങനെ പൊങ്ങിക്കയറുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്ലഫി ആകണം. പക്ഷേ ഇത് നമ്മൾ ഉണ്ടാക്കുമ്പോഴിതിങ്ങനെ വീർത്ത് വന്നിട്ടുണ്ടെങ്കിൽ നമുക്കത് സാധനങ്ങളൊന്നും വെക്കാൻ പറ്റത്തില്ല. അപ്പോൾ അതങ്ങനെ അത് മേളോട്ട് അങ്ങനെ പൊന്തി കയറാതിരിക്കാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ ഈ ഫോർക്ക് എടുത്തിട്ട് ഇങ്ങനെയൊന്നും ബ്രിറ്റിൽ ചെയ്ത് കൊടുക്കുക. ഇങ്ങനെയൊന്ന് ബ്രിറ്റിൽ ചെയ്ത് കൊടുക്കുക, ഇങ്ങനെയൊന്ന് കുത്തി കൊടുക്കുക. ഓക്കെ, അപ്പം നമ്മുടെ പിസ്സ ഒരു ഡിസൈനർ പിസ്സയായി. ഇപ്പം ഒരു സൈഡ് ഒരുപാട് അങ്ങ് മൊരിയാൻ നിൽക്കരുത്, അതൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കുക. ഒത്തിരി അങ്ങ് മൊരിയാൻ ബ്രൗൺ ആകാൻ നിൽക്കരുത്. അപ്പം നമ്മുടെ ഈ ഒരു സൈഡ് ഒന്ന് ആയിട്ടുണ്ട്, നമുക്കതൊന്ന് തിരിച്ചിടാം. ഇനി ഇത് തിരിച്ചിടാം, കണ്ടില്ലേ, അതൊന്നായി. ഓക്കെ, അപ്പം ഇനി ഇതിനകത്തോട്ട് നമുക്ക് ഈ ടോപ്പിംഗ് ചെയ്യാം. നമുക്ക് ആദ്യം നമ്മൾ ഇതിനകത്ത് നമ്മുടെ ഈ സോസ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, നമ്മുടെ മിക്സ്ഡ് ഹെർബ്സ്, ഇറ്റാലിയൻ ഹെർബ്സ് ഇടുക. ഒരല്പം ജസ്റ്റ് ഒരു പിഞ്ച് ഓഫ് നമ്മളുടെ ക്രഷ്ഡ് റെഡ് ചില്ലി ഇടുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതിനകത്ത് പുറത്തോട്ട് നമ്മളിങ്ങനെ ടൊമാറ്റോ ഒക്കെ ഒന്ന് വെച്ച് കൊടുക്കുക. ഒരല്പം നമ്മളുടെ മോസറെല്ല ചീസ് ഇങ്ങനെ ഇട്ട് കൊടുക്കുക. ഇതിലോട്ട് നമ്മുടെ ഇറ്റാലിയൻ ഹെർബ്സ്, നമ്മൾ മിക്സ്ഡ് ഹെർബ്സ് അല്ലെങ്കിൽ പിസ്സ ഹെർബ്സ് ഇട്ട് കൊടുക്കുക. ഒരല്പം സവാളയെ ഞാൻ വെക്കണുള്ളൂ. ഞാൻ സവാള അവിടെ ഇവിടെയും വെച്ചില്ല, ഞാൻ സവാള വെക്കാൻ മറന്നുപോയി കേട്ടോ. സവാള നമുക്ക് ഒരുപാട് വെക്കേണ്ട കാര്യമില്ല, ഓണിയൻ ഒരല്പം വെച്ചാൽ മതി, ഒരുപാട് വെക്കണ്ട കേട്ടോ. നമ്മളുടെ ക്രഷ്ഡ് റെഡ് ചില്ലി ഒന്ന് തൂവി കൊടുക്കുക. ദാറ്റ്സ് ഇറ്റ്, ക്രഷ്ഡ് റെഡ് ചില്ലി ഒന്ന് തൂവി കൊടുക്കുക. ഓക്കെ, വേണമെങ്കിൽ ഇനിയും നമുക്കിതിന് ടോപ്പിംഗ് ചെയ്യാം. കുറച്ചുകൂടെ നമുക്കിതിനകത്തോട്ട് നമ്മളുടെ മോസറെല്ല ചീസ് ആഡ് ചെയ്യാം. വേണമെങ്കിൽ ഒരല്പം കൂടെ മോസറെല്ല ചീസ് ഒന്ന് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നിർബന്ധമില്ല, ഒരല്പം കൂടെ ജസ്റ്റ്.
ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, 10 മിനിറ്റ് നമുക്കിത് ഒന്ന് അടച്ചു വെക്കണം. 10 മിനിറ്റിൽ കൂടുതൽ വെക്കേണ്ട കാര്യമില്ല. ചീസെല്ലാം മെൽട്ടായി കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ മെയിൻലി ഇത് ആട്ടയായതുകൊണ്ട് തന്നെ ആട്ട വേവണം. അതാണ് നമ്മുടെ പർപ്പസ്. വളരെ ലോ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. ഇതിൽ കൂടുതൽ ഫ്ലെയിം ആക്കരുത്. ഓക്കെ, അപ്പോൾ ഒരു 10 മിനിറ്റ്സ് ആവുന്നതേ ഉള്ളൂ. 10 മിനിറ്റ്സ് കംപ്ലീറ്റ് ആയിട്ടില്ല, 10 മിനിറ്റ്സ് ആവുന്നതേ ഉള്ളൂ. ഞാൻ ചെക്ക് ചെയ്തു. വാവ്, നമ്മളുടെ അടിപൊളി പിസ്സ റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ ലുക്കിംഗ് സോ യമ്മി. നമ്മൾ റെസ്റ്റോറൻറ്റിൽ നിന്ന് വാങ്ങുന്നത് പോലെ തന്നെ ആ ചീസെല്ലാം മെൽറ്റ് ചെയ്തേ ഇങ്ങനെ അങ്ങോട്ട് ഒഴുകി വരുന്നുണ്ട് കേട്ടോ. അടിപൊളി. അപ്പം നമുക്കിത് നമ്മുടെ പ്ലേറ്റിലോട്ട് ട്രാൻസ്ഫർ ചെയ്യാം. ഇതിന് അടിവശം ഒന്നും കരിഞ്ഞു പോയിട്ടില്ല. അപ്പോൾ ഇതിന് അടിവശം കരിഞ്ഞു പോകാതെ ശ്രദ്ധിക്കണം. അത് നമ്മൾ എങ്ങനത്തെ പാത്രം ബേസ് ആണോ യൂസ് ചെയ്യുന്നത്, അതിപ്പോൾ ഈ പാൻ ആകാം, നോൺ സ്റ്റിക്ക് പാൻ ആയതുകൊണ്ട് പെട്ടെന്ന് കരിയില്ല. ലോ ഫ്ലെയിമിൽ മറ്റ് തവയോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഒക്കെ വെക്കുവാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഒരു 7 ഇഞ്ചിൻ്റെ ചെറിയ പ്ലേറ്റ് ഇല്ലേ സ്റ്റീലിൻ്റെ, ആ പ്ലേറ്റിലോട്ട് ഒരല്പം എണ്ണ തടവിയിട്ട് നമ്മുടെ ഈ ഡോവ് അത് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതൊരു തവയുടെ പുറത്ത് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ വെച്ച് വേണം നമ്മളിത് ബേക്ക് ചെയ്യുന്ന പോലെ ഹീറ്റ് ചെയ്തെടുക്കാൻ. അല്ലെങ്കിൽ അടിവശം ഡയറക്റ്റ് തവയിലെങ്ങാനും ഇടാനും കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പം നമുക്കിത് മുറിച്ചെടുക്കാം. അപ്പം നമ്മളുടെ ഹോട്ട് പിസ്സ അത് നല്ല ഫ്ലഫി ആയിട്ട് പൊങ്ങിയിട്ടുണ്ട് കേട്ടോ. ചീസെല്ലാം മെൽറ്റഡ് ആയിട്ട് ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ നമ്മളുടെ ചീസി പിസ്സ. ഓക്കെ, അപ്പം ഇതിൻ്റെ അടിയൊന്ന് കാണിക്കാൻ ഞാൻ. അടിവശം കംപ്ലീറ്റ്ലി കുക്ക്ഡ്, പക്ഷേ കരിഞ്ഞിട്ടില്ല. ലൈറ്റ് ബ്രൗൺ കളർ, ഇത്രയും ബ്രൗൺ കളർ ആകണം കേട്ടോ, എങ്കിലേ അത് ആട്ടയായതുകൊണ്ട് വേവുള്ളൂ. അതുപോലെ ഇത് നല്ല കട്ടിക്ക് പൊങ്ങിയിട്ടുമുണ്ട്, കണ്ടില്ലേ. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. നിങ്ങളുടെ വിലയേറിയ കമൻസുകൾ കമൻസ് ബോക്സിൽ പ്ലീസ് ഒന്ന് രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ ഇനിയും ഇതുപോലെ നല്ല വീട്ട് റെസിപ്പികളുമായിട്ട് വരുന്നത് വരെ ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ. ഈറ്റ് ഹെൽതി, സ്റ്റേ ഹെൽതി. താങ്ക് യു. നമുക്ക് വലിയ പിസ്സയല്ല ഉണ്ടാക്കേണ്ട, കുഞ്ഞു പിസ്സ ഉണ്ടല്ലോ, സ്മോൾ പിസ്സാസ് ആണെന്നുണ്ടെങ്കിൽ നല്ല നല്ല സ്റ്റീമി പിസ്സ, നല്ല സ്റ്റീം വരുന്ന പിസ്സ, ചെറിയ പിസ്സ നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. എൻ്റെ കൈ പൊള്ളുന്നുണ്ട് നല്ലപോലെ. ഇത് നമ്മളൊന്ന് കാണിക്കാം. അത് ഒട്ടും ഇതായിട്ടില്ല, കരിഞ്ഞിട്ടില്ല. ഒന്ന് ജസ്റ്റ് നമ്മുടെ കറക്റ്റ് ബേക്ക് ആയിട്ടേ ഉള്ളൂ.